വനിതാ സംവരണ ബില്ലിൽ ബി.ജെ.പിയുടെ പ്രചാരണത്തെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. പഴയ ബില്ല് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. പ്രതിപക്ഷം വനിതാ സംവരണത്തിന് എതിരല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നീക്കവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഈ വനിതാ സംവരണ ബില്ലിൽ ബി.ജെ.പിയുടെ പ്രചാരണം അത് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു, സ്ത്രീകൾക്കെതിരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതിനെ ഏത് നിലയിൽ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം? അമൽ, ഇന്ന് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റ് കെട്ടിടത്തിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഖാർഗെയുടെ ഓഫീസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ പ്രചാരണത്തെ ഈ ഇന്ത്യ സഖ്യവും പ്രതിപക്ഷവും വനിതകൾക്ക് എതിരാണ് എന്ന തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്രചാരണം ബംഗാൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും ബി.ജെ.പി നടത്തുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യവ്യാപകമായി ഒരു വാർത്താ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണെന്നുള്ള തീരുമാനിക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കുചേരും. മുഖ്യമന്ത്രിമാർ തന്നെ നേരിട്ട്, ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK ആണെങ്കിൽ സ്റ്റാലിൻ, അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.